ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടെൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇംഗ്ലീഷ് ഗ്രാമറിൽ 3 ടെൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് പ്രസന്റ് ടെൻസ്, ഒന്ന് പാസ്റ്റ് ടെൻസ്, ഒന്ന് ഫ്യൂച്ചർ ടെൻസ്. പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, വർത്തമാനകാലമാണ്. അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സാധാരണ പ്രസന്റ് ടെൻസിൽ പറയുന്നത്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലമാണ്. അതായത് മുമ്പ് നടന്നിട്ടുള്ള കാര്യം, പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഭാവി അല്ലേ. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി കാലം, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറയുന്നതാണ് ഫ്യൂച്ചർ ടെൻസിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. അതായത് ഓരോ ടെൻസും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 4ആയിട്ടാണ് പ്രസൻറ്റ് ടെൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഒക്കെ ഇതുപോലെ തന്നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് പാസ്റ്റ് ടെൻസ് പറയുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതാണ് പാസ്റ്റ് ടെൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്യൂച്ചറും സെയിം വേ തന്നെ കേട്ടോ. അതായത് സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നമുക്കറിയാം ഈ 3 ടെൻസ്, അതായത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, അതിൽ ഓരോന്നും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ 12 ടെൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിലത്തെ ആദ്യത്തെ 2 അതായത് സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് കയറാം. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസന്റ് ടെൻസിനകത്തുള്ള ഫസ്റ്റ് വൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എഴുതുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതാറുണ്ട്. ഇങ്ങനെ രണ്ടും നമ്മൾ പറയാറുണ്ട് അല്ലേ. എഴുതുന്നു അല്ലെങ്കിൽ എഴുതാറുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഹീ ആണെങ്കിൽ എന്താ പറയുക? ഹീ റൈറ്റ്സ് എന്നാണ് പറയുക. എന്താ കാര്യം? കാരണം ഹീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വെർബും എങ്ങനെയായിരിക്കും? വെർബും സിംഗുലർ ആയിരിക്കും. അതായത് റൈറ്റ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒറ്റ ആളാണെങ്കിൽ നമ്മുടെ വെർബിൻ്റെ ഒപ്പം ഒരു എസ് ചേർക്കണം. ഓക്കെ. പ്ലൂരലാണ് വരണമെങ്കിൽ നമ്മൾ വെർബിൻ്റെ ഒപ്പം എസ് ചേർക്കണ്ട. അങ്ങനെ ആലോചിച്ചാലും മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ റൈറ്റ്, ഹീ റൈറ്റ്സ്, ഷീ റൈറ്റ്സ്, ദേ റൈറ്റ്, യു റൈറ്റ്. ഐയും യുവും നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ജസ്റ്റ് ഒന്ന് ഞാൻ വേഗം പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് മെയിനായിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കാം കേട്ടോ. ആ ഒരു ബ്ലൂ ബോക്സ് ശ്രദ്ധിച്ചോളൂ. സബ്ജക്റ്റ് പ്ലസ് ബേസ് വെർബ് അല്ലെങ്കിൽ വെർബ്സ്, പിന്നെ സബ്ജക്റ്റ് പ്ലസ് എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വർബ്, പിന്നെ സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് നൗൺ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7 എക്സാമ്പിൾസിൽ നിന്ന് ഞാനൊരു 3 എക്സാമ്പിൾ സെലക്ട് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. അതായത് എക്സാമ്പിൾ നമ്പർ 5 നോക്കിയേ. ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ബൈ 9 AM. ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ബൈ 9 AM. ഇവിടെ ഹാവ് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ. നമ്മുടെ ബ്ലൂ ബോക്സ് നോക്കിയേ. അതിനകത്ത് മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് നൗൺ. ഓക്കെ. അപ്പോൾ ഹാവ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് ഈ ഹാവും യൂസ് ചെയ്യാം കേട്ടോ. ഈ ഹാവ് കാണുമ്പോൾ തന്നെ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് മാത്രം വിചാരിക്കുക. അങ്ങനെ അത് മാത്രം ആവണം എന്നില്ല, ഇങ്ങനെയും വരാം. അതേപോലെ തന്നെ 6th വൺ നോക്കി. ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞാലും സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. കാരണം നമ്മുടെ ബ്ലൂ ബോക്സിനകത്തെ സെക്കൻഡ് റൂൾ നോക്കിക്കോളൂ. സബ്ജക്റ്റിൻ്റെ ഒപ്പം എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം വരാം. ഓക്കെ. അപ്പോൾ ഐ ആം എ ടീച്ചർ എന്ന് പറയുന്നതും സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. പിന്നെന്താ? ഷീ ഈസ് വെരി ഹാപ്പി എന്ന് പറയുന്നതും സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഐ ഈറ്റ്, യു ഈറ്റ്സ്, ഷീ ഈറ്റ്സ് അതൊക്കെ പറയാം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഐ ആം എ ടീച്ചർ, ഷീ ഈസ് വെരി ഹാപ്പി എന്ന് പറയണം കൂടി സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇനി ഇത് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. യൂസേജ് ഓഫ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. എവിടെ നമ്മൾ മെയിനായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? ശ്രദ്ധിച്ചേ. ടു എക്സ്പ്രസ് ഹാബിച്വൽ ഓർ റിപ്പീറ്റഡ് ആക്ഷൻ. അതായത് നമ്മുടെ ഹാബിറ്റ്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഹാബിറ്റ്സ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആക്ഷൻ, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഹോബീസ്, ഹാബിറ്റ്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാറുള്ളത്. ഓക്കെ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 AM ഡെയിലി. ഐ ഗെറ്റ് ആണ് കേട്ടോ. ഐ ഗെറ്റ് അപ്പ് ആണ്, ഗെറ്റ്സ് അല്ല. കാരണം അതിനെ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 AM ഡെയിലി. ആ വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡെയിലി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ദിവസവും ഞാൻ 5 മണിക്ക് കാലത്ത് എണീക്കും എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. പിന്നെ വേറെ നോക്കിക്കോളൂ. ഷീ യൂഷ്വലി ഗോസ് ടു സ്കൂൾ ബൈ ബസ്.
അവൾ സാധാരണ സ്കൂളിലേക്ക് പോകുന്നത് ബസ്സിലാണെന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ യൂഷ്വലി ആ ഒരു വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ എന്തായിരുന്നു, ഡെയിലി, എല്ലാ ദിവസവും. ഇവിടെ യൂഷ്വലി. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളെയാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ യൂഷ്വലി, ഓൾവേസ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇത് മിക്കവാറും സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. അടുത്ത നോക്കിക്കോളൂ. ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. എന്താ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. അപ്പോൾ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റും ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ എന്നൊക്കെ പറയുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ. അപ്പോൾ അതിനും നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്, അതും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് വെച്ചിട്ടാണ്. ശ്രദ്ധിച്ചോ, സൺ റൈസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സണ്ണ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എസ് കൂട്ടി അല്ലേ. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. അങ്ങനെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹാബിച്വൽ ആക്ഷൻസും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്തിനെയൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുക. അടുത്ത എവിടെയാണ്, യൂസ്ഡ് ഇൻ ബ്രോഡ്കാസ്റ്റ് കമൻട്രീസ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീ ഹിറ്റ്സ് എ സിക്സ്. നമ്മൾ ഈ സ്പോർട്സ് ചാനലൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കമൻട്രീസ് പറഞ്ഞേക്കാം അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് എങ്ങനെയാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഈ കമൻട്രീസും ഒക്കെ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹാബിച്വൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആക്ഷൻസിനകത്തും യൂണിവേഴ്സൽ ട്രൂത്തിനകത്തും ബ്രോഡ്കാസ്റ്റ് കമൻട്രീസിനകത്തൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഇനി എവിടെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചോളൂ. ടു എക്സ്പ്രസ് അവർ ഫ്യൂച്ചർ ആക്ഷൻ ഓൾറെഡി പ്ലാൻഡ്. ഓക്കെ, അതായത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെങ്ങനെ പറയുന്നത്, നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. അപ്പോൾ അതെങ്ങനെയാണ് പറയണേ നമുക്ക് നോക്കാം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച്. ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് ദി USA നെക്സ്റ്റ് മന്ത്. അതായത് പ്രൈം മിനിസ്റ്റർ USA അടുത്ത മാസം വിസിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഓൾറെഡി പ്ലാൻഡ് ആണ്. അടുത്ത മാസം എന്തായാലും പ്രൈം മിനിസ്റ്റർ USA വിസിറ്റ് ചെയ്യും. അപ്പോൾ അത് പ്ലാൻഡ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായേ, നെക്സ്റ്റ് മന്ത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ സിംഗുലർ ആണെങ്കിൽ നമ്മൾ വെർബിൻ്റെ ഒപ്പം എസ് ചേർക്കും. ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കിക്കോളൂ. ടു എക്സ്പ്രസ് എ പെർമനൻറ്റ് സ്റ്റേറ്റ്. പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ദ താജ്മഹൽ ഇസ് ഓൺ ദി ബാങ്ക്സ് ഓഫ് യമുന. അതെപ്പോഴും താജ്മഹൽ യമുനയുടെ തീരത്ത് തന്നെയായിരിക്കും. അപ്പോൾ അതൊരു പെർമനൻറ്റ് സ്റ്റേറ്റ് ആണ്. ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദി UN ഇസ് അറ്റ് ന്യൂയോർക്ക്. അതായത് UNൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ന്യൂയോർക്കാണ്. അപ്പോൾ അതും ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ എവിടെ ഉപയോഗിക്കുന്നത്, യൂസ്ഡ് ഇൻ കൊട്ടേഷൻസ് ആൻഡ് ഇൻ പ്രോവേർബ്സ്. പ്രോവേർബ്സിലും അതുപോലെ തന്നെ കൊട്ടേഷൻസിലൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കിക്കോ. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. കണ്ടോ, ഈ ഒരു പ്രോവേർബ് ഓർമ്മയുണ്ടോ? നമ്മൾ ടൈം ആൻഡ് ടൈഡ്സ് വെയിറ്റ്സ് ഫോർ നോ മാൻ എന്ന് പറഞ്ഞത് കോൺകോഡിൽ നമ്മൾ പഠിച്ചിരുന്നു കേട്ടോ. അതായത് രണ്ട് സിംഗുലർ സബ്ജക്ട്സിനെ ഒരു ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ രണ്ട് സിംഗുലർ സബ്ജക്ട്സ് നമുക്ക് ഒരേ ആശയമാണ് തരണമെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യണത് എന്തായിരിക്കും, സിംഗുലർ വെർബായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന വെർബ് വെയിറ്റ്സ് ഉപയോഗിക്കാൻ കാര്യം കേട്ടോ. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ കോൺകോഡുമായിട്ട് ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്തും കൂടി പഠിക്കുക. അപ്പോൾ ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണ്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യണേ, നമ്മുടെ ഹോബീസ് അല്ലെങ്കിൽ ഹാബിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ, അതുപോലെ തന്നെ ഫാക്ട്സ് പറയാൻ വേണ്ടി, യൂണിവേഴ്സൽ ട്രൂത്ത് അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഫാക്ട്സ് പറയാൻ വേണ്ടി. പിന്നെ എവിടെ ഫ്യൂച്ചർ ആക്ഷൻ വിച്ച് ഇസ് ഓൾറെഡി പ്ലാൻഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ ആക്ഷൻസ് പറയാൻ വേണ്ടി. പിന്നെ എവിടെ പെർമനൻറ്റ് സ്റ്റേറ്റിനെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. പിന്നെ കൊട്ടേഷൻസ് ആൻഡ് ഇൻ പ്രോവേർബ്സിൽ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് കമൻട്രീസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതാണ് നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതായത് എവിടെയൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണേ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ യൂഷ്വലി ഓൾവേസ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി ഒക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരണം അത് മിക്കവാറും സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ വാക്കുകളിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഈ എക്സാമ്പിൾസൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക കേട്ടോ. അടുത്ത നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സാധാരണ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ആദ്യം തന്നെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് വാച്ചിങ് TV നൗ. അവൾ ഇപ്പോഴും TV കണ്ടുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ദേ ആർ വാച്ചിങ് TV നൗ. അപ്പോൾ ഷീ ഇസ്, ദേ ആർ. പ്ലൂറലാണെങ്കിൽ ആർ ഉപയോഗിക്കും, സിംഗുലർ ആണെങ്കിൽ എസ് ഉപയോഗിക്കും. ഓക്കെ, പിന്നെന്താ, ഐ ആം വാച്ചിങ് TV നൗ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ TV ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഐയുടെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യണത് എന്താ, ആം ആണ്. ഷീയുടെ ഒപ്പം എസ്, ദേയുടെ ഒപ്പം ആർ, ഐയുടെ ഒപ്പം ആം, ഹീയുടെ ഒപ്പം എസ്, യുവിൻ്റെ ഒപ്പം ആർ കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആ ബ്ലൂ ബോക്സ് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് എസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. ഇതാണ് നമ്മുടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു ഫോർമാറ്റ്.
സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിക്കോളൂ, ഷീ ഈസ് വാച്ചിങ് TV നൗ. സബ്ജക്റ്റ് ഏതാ? ഷീ ആണ്. അതിൻ്റെ ഒപ്പം എസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇതിനകത്ത് ഏത് ഉപയോഗിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഷീ ആയതുകൊണ്ട് നമ്മൾ എസ് ഉപയോഗിച്ചു. പിന്നെ ING ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ വെർബ് എന്താ? വാച്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം ഒരു ING കൂടെ കൂട്ടണം, വാച്ചിങ് വരണം കേട്ടോ. അപ്പോൾ ഷീ ഈസ് വാച്ചിങ് TV നൗ എന്നുള്ളതാണ് നമ്മുടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി യൂസേജ് ഓഫ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എവിടേക്ക് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക? നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പഠിച്ചു അല്ലേ, കുറച്ചധികം പോയിന്റ്സ്. അതുപോലെ തന്നെ ഇവിടെയും പഠിക്കാണ്ട്. എവിടേക്കാണ്? ടു ഇൻഡിക്കേറ്റ് എ ഫ്യൂച്ചർ ആക്ഷൻ വിച്ച് ഇസ് പ്ലാൻഡ് ഓർ അറേഞ്ച്ഡ്. ഈ പോയിന്റ് തന്നെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഒരു കാര്യം, അതായത് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ പറ്റും. എങ്ങനെയാണ് പറയുന്നത്? ശ്രദ്ധിച്ചേ. ദേ ആർ ഗോയിങ് ടു മുംബൈ ടുമാറോ. ടുമാറോ കണ്ടോ, അത് ഇറ്റ്സ് ഓൾറെഡി പ്ലാൻഡ് ആണ്. ഓൾറെഡി പ്ലാൻഡ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും പറയാം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും പറയാം, ഫ്യൂച്ചർ ടെൻസിലും പറയാം കേട്ടോ. അപ്പോൾ ഫ്യൂച്ചറിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ നമ്മുടെ ഫോമാറ്റ് അനുസരിച്ചിട്ട് തന്നെ ഒരു സബ്ജക്റ്റ് വേണം, പിന്നെ എസ് അല്ലെങ്കിൽ ആർ വേണം, പിന്നെ എന്താ വേണ്ടേ? വെർബിൻ്റെ ഒപ്പം ഒരു ING വേണം അല്ലേ. ഫസ്റ്റ് സെൻറ്റൻസ് ശ്രദ്ധിച്ചോ, ദേ ആർ ഗോയിങ് ടു മുംബൈ ടുമാറോ. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ ടുമാറോ. അപ്പോൾ ഇതെല്ലാം ഇറ്റ്സ് ഓൾറെഡി പ്ലാൻഡ് കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കോളൂ, യൂസ്ഡ് വിത്ത് ടൈം ഇൻഡിക്കേറ്റേഴ്സ്. എന്താ ഈ ടൈം ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാക്കുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് നൗ, റൈറ്റ് നൗ, സ്റ്റിൽ, ടുഡേ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദിസ് മൊമെൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കണം, എന്തായിരിക്കും മിക്കവാറും അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതൊക്കെയാണ് നമ്മുടെ ക്ലൂസ് കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക, എഴുതി വയ്ക്കുക. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഹീ ഈസ് റൈറ്റിംഗ് ആൻ എക്സാം നൗ. അവൻ ഇപ്പോൾ ഒരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം നൗ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കാം, ഹീ ഡാഷ് ആൻ എക്സാം നൗ. ബ്രാക്കറ്റിൽ റൈറ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ നൗ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ക്ലിക്ക് ആവണം? ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നുള്ളത് ക്ലിക്ക് ആവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോം നോക്കുക, ഹീ അല്ലേ വന്നേക്കുന്ന സബ്ജക്റ്റ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇസ് വരുള്ളൂ, പിന്നെ നമ്മുടെ വെർബിൻ്റെ ഒപ്പം ഒരു ING കൂട്ടുക. അപ്പോൾ ഹീ ഈസ് റൈറ്റിംഗ് ആൻ എക്സാം നൗ. ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത് കേട്ടോ. നമുക്കിതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പോർഷൻസ് ഒന്ന് തീർക്കട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്കും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്ത് നോക്കിയേ, അറ്റ് ദിസ് മൊമെൻറ്റ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ഈ നിമിഷം, അറ്റ് ദിസ് മൊമെൻറ്റ് അവരതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റ് ദിസ് മൊമെൻറ്റ് കണ്ടോ, അത് നമ്മുടെ ഒരു ഇൻഡിക്കേറ്റർ, ടൈം ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ലേ, അറ്റ് ദിസ് മൊമെൻറ്റ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഈ ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അറ്റ് ദിസ് മൊമെൻറ്റ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒപ്പം വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ആദ്യം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കാം കേട്ടോ. എന്താ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സാധാരണ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നത്. അതായത് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ആ ഒരു കാര്യം ചിലപ്പോൾ പാസ്റ്റിലായിരിക്കും നടന്നിട്ടുണ്ടാവുക, പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് പ്രസൻറ്റിലുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സാധാരണ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം കേട്ടോ. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ which has happened in the immediate past. ശ്രദ്ധിച്ചോണം, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാസ് ഹാപ്പൻഡ് ഇൻ ദി ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്. ഇമ്മീഡിയറ്റ് പാസ്റ്റ് എന്നുള്ള വാക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്, അതാണ് ഇമ്മീഡിയറ്റ് പാസ്റ്റ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ. എന്താ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് എന്ന് വെച്ചാൽ, അതായത് V3 ഫോമാണ് കേട്ടോ. V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ, റൈറ്റ്, റോട്ട്, റിട്ടൺ. അതാണ് അതിൽ റൈറ്റ് എന്ന് പറയുന്നത് V1 ഫോം, റോട്ട് എന്ന് പറയുന്നത് V2 ഫോം, റിട്ടൺ എന്ന് പറയുന്നത് V3 ഫോം. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമാറ്റ് അനുസരിച്ചിട്ട് സബ്ജക്റ്റ് ഉണ്ടാവും, അതിൻ്റെ ഒപ്പം ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും, അതിൻ്റെ ഒപ്പം V3 ഫോം ഓഫ് ദി വെർബും ഉണ്ടാവും. ഇനി ഹാസ് ആണോ ഹാവ് ആണോ നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നത്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുക? ഹാസ് ഉപയോഗിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, തേർഡ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ വരുന്നത്. ഓക്കെ, അതായത് V3 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ദ പ്രൈം മിനിസ്റ്റർ ഹാസ് പാസ്ഡ് അവേ. ദ പ്രൈം മിനിസ്റ്റർ ഹാസ് പാസ്ഡ് അവേ. എന്താ അതിൻ്റെ അർത്ഥം? പ്രൈം മിനിസ്റ്റർ തൊട്ട് മുമ്പ് മരിച്ചുപോയി. ഇതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം. ഓക്കെ, ഹാസ് പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പാണ് മരിച്ചു പോയിട്ടുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്ത് നോക്കിക്കോളൂ, ഐ ഹാവ് ലോസ്റ്റ് മൈ കീ. എൻ്റെ കീ തൊട്ട് മുമ്പ് മിസ്സായി എന്നുള്ള രീതിയിലാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം.
അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 എക്സാമ്പിൾസ് കൂടി പറഞ്ഞുതരാം കേട്ടോ. ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ. ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ. നമ്മുടെ സബ്ജക്റ്റ് എന്താ? ഐ ആണ്. ഐ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹാസ് ആണോ ഹാവ് ആണോ? ഹാവ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഐ ഹാവ്. പിന്നെ റൈറ്റിൻ്റെ തേർഡ് ഫോമാണ് റിട്ടേൺ. അപ്പോൾ ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ. ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്, അതായത് തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ടെന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറയണത് കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കോളൂ. ഷീ ഹാസ് റീച്ച്ഡ് ഹിയർ. അവളിവിടെ എത്തിയിട്ടുണ്ട്, അതായത് തൊട്ട് മുമ്പ് എത്തിയിട്ടുണ്ടെന്നുള്ളൊരു മീനിങ്. ക്ലിയർ ആവുന്നില്ലേ? അപ്പോൾ തൊട്ട് മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ പറയാനാണ് നമ്മൾ സാധാരണ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും, പക്ഷെ തൊട്ട് മുമ്പാണ്. പിന്നെ അതിൻ്റെ എഫക്റ്റ് നമുക്ക് പ്രസൻറ്റിലുണ്ടാവും. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി നമ്മൾ നോക്കിക്കോളൂ. ഐ, വി, യു, ദേ, ഇതിൻ്റെയൊക്കെ ഒപ്പം ഇതൊക്കെയാണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യണത് ഹാവ് ആയിരിക്കും. അതേസമയം ഹീ, ഷീ, ഇറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യണത് ഹാസ് ആയിരിക്കും. പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണത് ഹാവ് ആയിരിക്കും, സിംഗുലർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണത് ഹാസ് ആയിരിക്കും. അടുത്ത് നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണത് എന്നുള്ളത് നോക്കാം. എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അതിന് മുമ്പ് ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് പറയാം. അതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു ഡെഫിനേഷനിലേക്ക് കയറാം കേട്ടോ. ഐ ഹാവ് സീൻ ഹെർ. പിന്നെ ഷീ ഹാസ് പെയ്ഡ് ദ ഫീസ്. ദേ ഹാവ് ജസ്റ്റ് ഗോൺ ഔട്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ 3 എക്സാമ്പിൾസ്. അപ്പോൾ ഈ 3 എക്സാമ്പിൾസിലും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സമയം എടുത്തു പറഞ്ഞിട്ടുണ്ടോ? ഐ ഹാവ് സീൻ ഹെർ. ഷീ ഹാസ് പെയ്ഡ് ദ ഫീസ്. അവൾ ഫീസ് പേ ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ജസ്റ്റ് ഗോൺ ഔട്ട്. ഒരു ടൈം പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ടൈം കൊടുക്കാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ടു എക്സ്പ്രസ് എ പാസ്റ്റ് ആക്ഷൻ വെൻ ടൈം ഇസ് നോട്ട് ഗിവൺ. ഇപ്പോൾ ക്ലിയർ ആയോ? ടൈം കൊടുത്തിട്ടുണ്ടാവില്ല, പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും, പക്ഷെ അതിനകത്ത് സമയം കൊടുത്തിട്ടുണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യമാണ്, പാസ്റ്റിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ അത് തൊട്ട് മുമ്പാണ് കേട്ടോ. പിന്നെ അതിൻ്റെ എഫക്റ്റ് നമ്മുടെ പ്രസൻറ്റിൽ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യമാവണം എന്നില്ല, അത് കുറച്ച് നാളുകൾക്ക് മുമ്പോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സാധാരണ പാസ്റ്റ് ടെൻസിൽ പറയുന്നത്. 2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഐ ഹാവ് ഗോൺ. ഐ ഹാവ് ഗോൺ എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി ഐ വെൻറ്റ് 1 week ago. അതായത് കുറച്ചും കൂടെ മുമ്പാണത്. മനസ്സിലാവുന്നുണ്ടോ? കുറച്ചും കൂടെ പഴക്കമുള്ളതാണ് ഐ വെൻറ്റ് 1 week ago എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതെന്താ? അത് പാസ്റ്റ് ടെൻസ് ആണ്. മറ്റത് ഞാൻ തൊട്ട് മുമ്പ് പോയിട്ടുണ്ടെന്നുള്ളൊരു മീനിങ് ആണ് ഐ ഹാവ് ഗോൺ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്ത് നമുക്ക് എവിടെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണം എന്നുള്ളത് നോക്കാം. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാപ്പൻ ബിഫോർ ദി എക്സ്പെക്റ്റഡ് ടൈം ഇൻ ദി പാസ്റ്റ്. അതായത് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാപ്പൻ ബിഫോർ ദി എക്സ്പെക്റ്റഡ് ടൈം ഇൻ ദി പാസ്റ്റ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത സമയത്തിനേക്കാൾ മുമ്പ് നടന്നിട്ടുള്ള ഒരു ആക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വെച്ചിട്ടാണ് പറയാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ ഹാസ് ഓൾറെഡി പെയ്ഡ് ദ ഫീസ്. ഷീ ഹാസ് ഓൾറെഡി, ആ ഒരു വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഈ ഓൾറെഡി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൾ ഫീസ് അതിന് മുമ്പ് തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു മീനിങ് അല്ലേ. അതുപോലെ തന്നെ ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ് ദി സ്റ്റേഷൻ. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് വാക്കുകൾ ഏതൊക്കെയാണ്? ഓൾറെഡി, എവർ, നെവർ, യെറ്റ്, ലേറ്റ്ലി, റീസെൻ്റ്ലി, സോഫാർ. ഇതുപോലെയുള്ള വാക്കുകളാണ് നമ്മളിവിടെ ടൈം ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ വാക്കുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾ കൂടി നോക്കാം. ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഓൾറെഡി ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ്, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നോബഡി ഹാസ് എവർ സെഡ് ദാറ്റ് ടു മീ. നോബഡി ഹാസ് എവർ സെഡ്. ഹാസ് എവർ സെഡ്. മനസ്സിലായോ? നോബഡി ഉണ്ട്, അപ്പോൾ അതിനകത്ത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവ് നെവർ ഫെയിൽഡ് എ ടെസ്റ്റ്. നെവർ ഉണ്ട് അല്ലേ, നമ്മുടെ ടൈം ഇൻഡിക്കേറ്റേഴ്സിനകത്ത് നെവർ ഉണ്ട്. അപ്പോൾ സെൻറ്റൻസ് ശ്രദ്ധിച്ചേ, അത് ഏതിനകത്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ ഹാവ് ഓൾറെഡി ഡ്രങ്ക് 3 coffees ദിസ് മോർണിംഗ്. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഉണ്ട്, അതും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെയാണ്. അപ്പോൾ ഈ ടൈം ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ്? എവർ, നെവർ, യെറ്റ്, ലേറ്റ്ലി, ഓൾറെഡി, റീസെൻ്റ്ലി, സോഫാർ. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കേട്ടോ. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ എന്താ പറഞ്ഞത്? അതായത് പാസ്റ്റിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് പ്രസൻറ്റിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയണത് പാസ്റ്റിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കും, പക്ഷേ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ
ആ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. കണ്ടിന്യൂസ് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത്? പാസ്റ്റിലാണ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ പ്രസൻറ്റിലും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് ശ്രദ്ധിച്ചോളൂ. സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പോലെ തന്നെ കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ബീനും ഉണ്ട്, പിന്നെ ഒരു വെർബും അതിൻ്റെ ഒപ്പം ING ഉണ്ട്. വെർബും ING നമുക്കറിയാമല്ലോ. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എപ്പോഴും വെർബും ING ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റും ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടോ നമുക്കറിയാം. പിന്നെ ഒരു എക്സ്ട്രാ വന്നിട്ടുള്ളൊരു വാക്കാണ് ബീൻ. ഓക്കെ, അപ്പോൾ അതും കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. സബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ ഒപ്പം ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും, പിന്നെ ബീൻ ഉണ്ടാവും, പിന്നെ വെർബ് പ്ലസ് ING. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് ബീൻ ഡ്രിങ്കിങ് ടീ, ഞാൻ ചായ കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ചിലപ്പോൾ ഞാൻ ചായ കുടിച്ച് തുടങ്ങിയേക്കുന്നത്, പക്ഷേ ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് പ്രസൻറ്റിൽ ഞാൻ ഈ ചായ കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിച്ചോളൂ, ഷീ ഹാസ് ബീൻ ഡ്രിങ്കിങ് ടീ. ഷീ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയതുകൊണ്ടാണ് കേട്ടോ ഹാസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷീ ഹാസ് ബീൻ ഡ്രിങ്കിങ് ടീ, ദേ ഹാവ് ബീൻ ഡ്രിങ്കിങ് ടീ, ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇനി എവിടെയൊക്കെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണം എന്നുള്ളത് നോക്കാം. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ബിഗാൻ ഇൻ ദി പാസ്റ്റ് ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ, അതായത് പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 2 hours, ഞാൻ 2 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ശ്രദ്ധിച്ചോളൂ. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് സിൻസ് ദിസ് മോർണിംഗ്, ഇന്ന് കാലത്ത് മുതലേ ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിലാണ് തുടങ്ങിയിട്ടുള്ളത്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ 2 സെൻറ്റൻസുകളിലും ഉള്ളൊരു വാക്ക് ശ്രദ്ധിച്ചോ. ഒന്ന് ഫോറും ഉണ്ട്, സിൻസും ഉണ്ട്. അപ്പോൾ സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. സിൻസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പോയിന്റ് ഓഫ് ടൈമിനെയാണ് സിൻസ് സൂചിപ്പിക്കുന്നത്. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് സിൻസ് ദിസ് മോർണിംഗ്, ഇന്ന് കാലത്ത് മുതലേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിൻസ്. അതുപോലെ തന്നെ ഫോർ ശ്രദ്ധിച്ചേ. ഫോർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പീരിയഡ് ഓഫ് ടൈം, ഒരു പീരിയഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമിനെയാണ് ഫോർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 2 hours, മനസ്സിലായില്ലേ? ഒരു പീരിയഡ് ഓഫ് ടൈം അല്ലേ 2 hours എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ബിഗാൻ ഇൻ ദി പാസ്റ്റ് ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ, അതായത് പാസ്റ്റിൽ ആരംഭിച്ചിട്ടുള്ള ഒരു കാര്യം പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ഐ ഡാഷ് ഫോർ 2 hours ആൻഡ് ഐ ആം നൗ ടയേർഡ്. ഹാവ് ബീൻ വർക്കിംഗ് ആണോ ഹാസ് ബീൻ വർക്കിംഗ് ആണോ? ആലോചിച്ച് നോക്കിയ സബ്ജക്റ്റ് ഐ ആണ്, അപ്പോൾ പ്ലൂറലാണ് വരിക. അപ്പോൾ ഹാവ് ബീൻ വർക്കിംഗ് ആണ്. എങ്ങനെ മനസ്സിലായ ഹാവ് ബീൻ വർക്കിംഗ് ആണെന്നുള്ളത്? കാരണം ഇതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫോർ 2 hours അല്ലേ. ഫോറും ഉണ്ട്, ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 2 hours ആൻഡ് ഐ ആം നൗ ടയേർഡ്. ക്ലിയർ ആണല്ലോ? അടുത്ത് ശ്രദ്ധിച്ചോളൂ. ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ഡാഷ് അപ്പ്. ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് പറയാൻ പറ്റുമോ? ഹാസ് ഗോൺ അപ്പ് ആണ് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയുടെ വില കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ഹാസ് ഗോൺ അപ്പ് ആണ്. തൊട്ട് മുമ്പ് പച്ചക്കറിയുടെ വില അങ്ങ് കൂട്ടിയിട്ടേ ഉള്ളൂ, എന്നിട്ട് നമ്മൾ പറയാണ്. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ഹാസ് ഗോൺ അപ്പ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, എന്തുകൊണ്ടാണ് ഈ ഹാസ് ഗോൺ വരാൻ കാര്യം? ഇവിടെ വെജിറ്റബിൾസ് അല്ലേ, എന്നാലും നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഹാസ് ഗോൺ ആണ്. പ്രൈസ്, ഹൈറ്റ്, വെയിറ്റ്, ഡിസ്റ്റൻസ്, ടൈം, ഇതിനൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്തിരുന്നത്? സിംഗുലർ വെർബാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഹാസ് ഗോൺ ഉപയോഗിക്കാൻ കാര്യം കേട്ടോ. അത് തെറ്റിക്കരുത്, കോൺകോഡിലൊരു റൂളായിരുന്നു. ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ഹാസ് ഗോൺ അപ്പ് ആണ്. അടുത്ത് നോക്കാം. ഐ ഡാഷ് ടെന്നീസ് വിത്ത് സാനിയ ഫോർ എ വീക്ക് നൗ. ഓപ്ഷൻസ് ശ്രദ്ധിച്ചോളൂ. ഹാസ് പ്ലേഡ്, പ്ലേഡ്, ഹാവ് ബീൻ പ്ലേയിങ്, വാസ് പ്ലേയിങ്. ഐ ഡാഷ് ടെന്നീസ് വിത്ത് സാനിയ ഫോർ എ വീക്ക് നൗ. ആ ഫോർ എ വീക്ക് നൗവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് കാണുമ്പോൾ തന്നെ അറിയാലോ എന്താണത്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കാരണം ഫോർ എ വീക്ക് നൗ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ. ഫോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡ്യൂറേഷൻ ആണ്, അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം പ്രസന്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഐ ഹാവ് ബീൻ പ്ലേയിങ് ടെന്നീസ് വിത്ത് സാനിയ ഫോർ എ വീക്ക് നൗ എന്ന് പറയാൻ കാര്യം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഐ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ആയിരിക്കും. അപ്പോൾ ഐ ഹാവ് ബീൻ പ്ലേയിങ് ടെന്നീസ് വിത്ത് സാനിയ ഫോർ എ വീക്ക് നൗ.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും പഠിച്ചു, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും പഠിച്ചു. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്നൊക്കെ അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Till then, bye.